രമേശ് പിഷാരടിയുടെ വേദികൾക്കായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ അക്ഷരോത്സവത്തിൽ. വിഷയം ഏതായാലും അതിനെ കോമഡിയാക്കി മാറ്റുമെന്നുള്ളതുകൊണ്ടാണത്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിലെ മാതൃഭൂമി ഹാളിലെ ചർച്ചയ്ക്ക് പിഷാരടിയെ കേൾക്കാനെത്തിയത് വലിയ ആൾക്കൂട്ടമായിരുന്നു. കടന്നിലൊക്കെ വന്നിട്ട് ഈ ചില്ലൽ ഇടിച്ചുകൊണ്ടിരിക്കും. റിവേഴ്സ് പോരാനുള്ള ജനലിന്റെ ചില്ലിൽ പോകാൻ ശ്രമിച്ച് കുറേ നേരം ഇടിച്ചുകൊണ്ടിരിക്കും. ഞാൻ കണ്ടീഷനൊക്കെ വയ്ക്കും, സ്വാതന്ത്ര്യം തരാം, പക്ഷെ അതാന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നു വിടും. പുള്ളി പോവും, ഒരു സന്തോഷം. നിരുപാധിക സ്നേഹം പങ്കുവെക്കുന്ന ജീവജാലങ്ങൾക്ക് രാഷ്ട്രീയമില്ല. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടിയാൽ മാത്രം മതി. അക്ഷരോത്സവത്തിൽ ചർച്ച മൃഗങ്ങളെ കുറിച്ചായിരുന്നെങ്കിലും പിഷാരടിയുടെ തമാശ കേൾക്കാൻ എത്തിയവരായിരുന്നു വേദി നിറയെ. കാമ്പുള്ള വാക്കുകൾക്കിടയിലെ ഒളിയമ്പ് പോലെയുള്ള തമാശകൾ വേദിയാകെ ചിരി പടർത്തി. ചെളിയിൽ നിൽക്കുന്ന ഒരു പോത്തായിക്കോട്ടെ, ഏതാണ്ട് 19 മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം സ്വന്തം ശരീരം ഗ്രൂം ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരിക്കുന്ന പൂച്ചകളായിക്കോട്ടെ, ഇവരെല്ലാം വളരെ സന്തുഷ്ടരാണ്. കൊച്ചിയിൽ നിന്ന് കാറിൽ കയറ്റിയ ഈച്ചയെ കഴക്കൂട്ടത്തിറക്കി വിട്ടതും ഷൂസിൽ കയറിയ തവളയെ ലുലു മാളിലെ 3ാം ഫ്ലോറിൽ കൊണ്ട് കളഞ്ഞതുമൊക്കെ കേട്ടപ്പോൾ ചിരിയടക്കാൻ ആർക്കുമായില്ല. കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങുമ്പം കാറിനകത്തൊരു ഈച്ച വന്ന് കയറി. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം വരെ വരണം, വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ഞാൻ ചില്ലങ്ങ് പൊക്കിയിട്ട് ഈച്ചേനെ അതിനകത്താക്കിയിട്ട് കഴക്കൂട്ടത്ത് ഇറക്കി വിട്ടു എറണാകുളത്തുനിന്ന്. എന്തായിരിക്കും ഈ ഈച്ച കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ട് അഡ്രസ്സും ഇല്ല, ഒരു പരിപാടിയില്ല, ഞാൻ എന്ത് ചെയ്യും, ഏതാണ് ഈ സ്ഥലം? പിഷാരടി ഫലിതങ്ങളിൽ പ്രതീക്ഷ വെച്ച ആളുകൾ നിരാശരായില്ല. 3ാമത്തെ നിലയിൽ ഒരു കുരങ്ങൻ സൺഷെയ്ഡിൽ വന്നിരിക്കുകയാണ്. സൺഷെയ്ഡിൽ നിന്ന് അതിൻ്റെ കാല് സൺഷെയ്ഡിൻ്റെ പുറത്തേക്ക് ഇത്രയും തള്ളിയിരിക്കുന്നത്. ഇങ്ങോട്ട് മാറിയിരുന്ന തണലുണ്ട്, കുരങ്ങും വെയിലത്തായിരിക്കുന്നത്. നമ്മളാണ് തണലത്തല്ലിരിക്കുകയുള്ളൂ. ഇവിടെ ഇരുന്നിട്ട് റിസ്ക് എടുത്ത് ഉറക്കം തൂങ്ങുക. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞ് തൂങ്ങിയിട്ട് പിന്നെ വിളിച്ച്. അപ്പോൾ ആ ബുദ്ധിയൊന്നും ഇതിനില്ല, പക്ഷെ വീഴുകയല്ല പുള്ളി. ഇന്റർവ്യൂസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന്റെ പുറത്ത് അത് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ നർമ്മത്തിൽ കലർന്ന ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ളത് പറഞ്ഞായിരുന്നു. ഇന്നലകളില്ലാത്ത നാളെകളില്ലാത്ത കാലമില്ലാത്ത ജീവജാലങ്ങൾ, അവയ്ക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാനാവില്ല. പക്ഷേ അവയിലൊക്കെയും നർമ്മമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു പിഷാരടി. ഓരോ ജീവിയെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നർമ്മത്തിൽ ചാലിച്ച എന്തെങ്കിലുമൊക്കെ കാണും. അത് പക്ഷേ ഓരോരുത്തരെയും ആഴത്തിൽ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് കൂടിയായിരിക്കും. ജോബിൻ തേക്കടിക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.